ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. തത്വമസി മഹാവാക്യ വിചാരത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ദിവസം അല്പം ഉപ്പ് ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം വന്ന് താൻ ഇന്നലെ തന്ന ഉപ്പ് തരാൻ പറഞ്ഞ സമയത്ത് വെള്ളത്തിൽ നോക്കിയ ശ്വേതകേതു ആ ഉപ്പ് ഞാൻ അവിടെ കാണുന്നില്ല എന്ന് പറയുകയും സർവത്ര ജലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഉപ്പിനെ ആ ജലത്തെ മുകളിൽ നിന്ന് അല്പം രുചിക്കാനും അതിൽ നിനക്ക് എന്തനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉപ്പ് രസമാണച്ചാ ലവണമിതി എന്നവൻ പറഞ്ഞു. അതിൻ്റെ മധ്യഭാഗത്ത് നിന്നും അടിഭാഗത്ത് നിന്നും ഇതുപോലെ രുചിക്കാൻ പറഞ്ഞു. അവിടെയൊക്കെ അവൻ ഉത്തരം പറഞ്ഞു ലവണമിതി. എങ്ങനെയാണോ നിനക്ക് കാണാൻ പറ്റാത്തത് എന്നാൽ അനുഭവവേദ്യമാകുന്നത്. ഇതാണ് ഈ ഗീതയിൽ ഭഗവാൻ പറയുമ്പോൾ ജ്ഞാന സഹിതം എന്ന് പറയും. ജ്ഞാനത്തെ ഞാൻ നിനക്ക് വിജ്ഞാന സഹിതം പറഞ്ഞു തരാം. ഉപനിഷത്തിലും ഇതാണ് ഈ ഒരു രീതി. ഇതാണ് ഉപനിഷത്ത് പഠനത്തിൻ്റെ രീതി. ഇനി മറ്റൊരു ഉദാഹരണം. ഈ ഉദാഹരണങ്ങളൊക്കെ പ്രസിദ്ധമാണ്. കാലത്തിനനുസരിച്ച് ഇത് ആ കാലത്ത് ഇത് സർവ്വസാധാരണമായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അടുത്ത ഉദാഹരണം? ഇനി 3 ഉദാഹരണങ്ങളെ കൊണ്ട് ഈ തത്വമസി മഹാവാക്യ വിചാരം അവസാനിക്കുകയാണ്. നമുക്ക് നോക്കാം. 14-ാമത്തെ ഖണ്ഡത്തിൽ ആദ്യത്തെ മന്ത്രം. 3 മന്ത്രങ്ങളാണ്. നോക്കാം. യഥാ സൗമ്യ പുരുഷം ഗാന്ധാരേഭ്യോ അഭിനദ്ധാക്ഷം ആനീയം തം തതോ അതിജനെ വിസൃജേത് സയദാ തത്ര പ്രാങ് വാ ഉദങ് വാ അദരങ് വാ പ്രത്യങ് വാ പ്രത്മായീതം അഭിനദ്ധാക്ഷ ആനീതഃ അഭിനദ്ധാക്ഷ വിസൃഷ്ടഃ തസ്യ യഥാ അഭിഹനനം പ്രമുച്യ പ്രബ്രൂയാത് ഏതാം ദിശം ഗാന്ധാരഃ ഏതാം ദിശം വ്രജതി ഏതാം ദിശം വ്രജേതി സ ഗ്രാമാത് ഗ്രാമം പൃച്ഛൻ പണ്ഡിതോ മേധാവി ഗാന്ധാരാൻ ഇവ ഉപസമ്പദ്യത്തെ ഏവമേവ ഇഹ ആചാര്യവാൻ പുരുഷഃ വേദ തസ്യ താവദേവ ചിരം യാവത് ന വിമോക്ഷ്യ അധ സമ്പത്സ്യ ഇതി. ഇതൊരു കാലത്തേക്ക് പോയിട്ട് പറയുന്ന ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗാന്ധാരം. യഥാ സൗമ്യ, എപ്രകാരമാണ് കുട്ടി ഒരു ആളെ ഗാന്ധാരദേശത്ത് നിന്ന് ഗാന്ധാരദേശത്ത് നിന്ന്, ഗാന്ധാരം എന്ന് പറയുന്ന ദേശത്ത്, നമ്മുടെ ഗാന്ധാരി അമ്മയുടെ ദേശം, അവിടെ നിന്ന് അഭിനദ്ധാക്ഷം, അയാളെ കണ്ണ് കെട്ടി അവിടെ നിന്ന്, എന്നിട്ട് ആനീയ കൊണ്ടുവന്നു. എന്നിട്ടോ തം തഥ അതിജനെ വിസർജയത്, അങ്ങ് വിദൂരത്ത് വേറെ എവിടെയോ കൊണ്ടുപോയി വിട്ടു. പണ്ട് പൂച്ചയെ നാട് കടത്തുക ഇങ്ങനെയാണ്. പണ്ട് അങ്ങനെയുണ്ട്. ഈ വീട്ടിലൊക്കെ പൂച്ച പെറ്റ് പെരുകി എവിടുന്നെങ്കിലുമൊക്കെ വന്നതായിരിക്കും. പെൺപൂച്ചയൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ ഡ്യൂട്ടിയാണ് ഇതിനെ ഒരു സഞ്ചിയിൽ പിടിച്ചിടും, വളരെ താഞ്ചത്തിൽ. അങ്ങനെ ഇതിനെ കൊണ്ടുപോയിട്ട് ഈ മത്സ്യ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ടിടും. അപ്പോൾ അതിനവിടുന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്ന. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ഗുണ്ടകളായിട്ടുള്ള പൂച്ചകൾ അവിടെ ഉണ്ട്. ഇവരെയൊന്നും പെട്ടെന്നൊന്നും അടുപ്പിക്കില്ല. അല്ലെങ്കിൽ അവിടെ ജനിച്ച് വളരണം. പിന്നെ ചിലതൊക്കെ സർവൈവ് ചെയ്യും.
പക്ഷെ നമ്മൾ പലപ്പോഴും പൂച്ചയെ നാട് കടത്തി വീട്ടിലെത്തുമ്പോഴേക്കും പൂച്ച വീട്ടിലെത്തിയിട്ടുണ്ടാവും നമ്മളെ റിസീവ് ചെയ്യാൻ കണക്കായിട്ട്. അങ്ങനെയുള്ള പൂച്ചകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാപ്പ ചുമത്തുക എന്ന് പറയുന്ന പരിപാടി ഇപ്പം ഉണ്ടല്ലോ, ആളുകളെ നാട് കടത്തുക. പണ്ടത്തെ കാപ്പ ചുമത്തൽ, പണ്ടത്തെ നാട് കടത്തൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ഇവനെ എവിടെയാണ് കൊണ്ടുപോയതെന്ന് അറിയാത്ത വിധത്തിൽ അതിവിജനമായ മറ്റൊരു ദൂരദിക്കിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അങ്ങനെ ഒരാളെ ഗാന്ധാരം എന്ന് പറയുന്ന ദേശത്ത് നിന്ന്, ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഉദാഹരണം കേട്ടോ, നിങ്ങളിതിനെ ഈ സ്ഥൂലാർത്ഥത്തിൽ എടുക്കരുത്, വളരെ രസമാണ്. അതിൻ്റെ ആധ്യാത്മിക സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഗാന്ധാരിയുടെയൊക്കെ കഥ പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഗാന്ധാരി ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ, എന്തിനാ ഗാന്ധാരി കണ്ണ് കെട്ടിയെന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ണ് കെട്ടി, എന്നിട്ട് അതിവിജനമായ സ്ഥലത്ത്, അതിജനെ വിസർജയത്, ഒരു വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ പൂച്ച വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത് അവിടെ എത്തും, തിരിച്ചെത്തും. എത്തുന്നത് പോലെ സഹ അവൻ യഥാ എപ്രകാരമാണോ തത്ര പ്രാങ്വ കിഴക്കോട്ട്, കുറേ കിഴക്കോട്ട് നടക്കും, പിന്നെ ഉദങ്വ വടക്കോട്ട്, അതിരങ്വ തെക്കോട്ട്, ഇങ്ങനെ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പ്രത്യങ്വ പടിഞ്ഞാറോട്ടും ഈ അഭിനദ്ധായ ആനീത കണ്ണുകെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരപ്പെട്ട് അഭിനദ്ധാക്ഷ കണ്ണുകെട്ടവനായിപ്പെട്ട് വിസൃഷ്ട ഉപേക്ഷിക്കപ്പെട്ട ഇത് പ്രദ്മാനീയ. അപ്പോൾ ഇവനിങ്ങനെ കരയും. എന്തു പറഞ്ഞ് കരയും? അയ്യോ, എന്നെ ഈ ഗാന്ധാരദേശത്ത് നിന്ന് കണ്ണുകെട്ടി കൊണ്ടുവിട്ടതാണ്, എവിടെയൊക്കെയോ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് എനിക്കൊരു രക്ഷയില്ല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ വിലപിക്കും. സ്വാഭാവികമാണ്. ഇവിടെ പറയണം യഥാ എപ്രകാരമാണ് തസ്യ അഭിഹനനം. അപ്പോൾ ഒരാൾ വന്നിട്ട് അവൻ്റെ കെട്ടഴിക്കുകയാണ്. അഭിഹനനം പ്രമുച്യ, അഴിച്ചിട്ട് ഏതാം ദിശാം ഗാന്ധാരഹ, മോനെ നേരെ പോയാൽ നിനക്ക് എവിടെ എത്തും? ഇപ്പം വെച്ച് പിടിച്ചാൽ ഗാന്ധാരത്തെത്തും. ആ ഹള്ളി എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോയാൽ മതി. എവിടെ എത്തും? ഗാന്ധാരത്തെത്തും. നേരെ പോയിക്കോ. ഏതാം ദിശം വ്രജ, ആ ദിക്കിലേക്കാണ് പോകേണ്ടത്. ഇത് പ്രബ്രൂയാത്, അങ്ങനെ നന്നായി പ്രബ്രൂയാത് പ്രകർഷേണ പറഞ്ഞു കൊടുക്കും. ഇവിടുന്ന് നേരെ പോയാൽ ഒരു സ്ഥലമുണ്ട്, ഒരു ജംഗ്ഷൻ എത്തും. അവിടുന്ന് ആദ്യം കാണുന്ന ഇടത്തോട്ട് പോവുക. അവിടുന്ന് നേരെ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നാൽക്കവലയാണ്, അവിടുന്ന് വലത്തോട്ട് പോകണം. അങ്ങനെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോകുന്നത് ഗാന്ധാരം ഹൈവേ ആണ്. വെച്ച് പിടിച്ചോ, നീ അവിടെ എത്തും. അങ്ങനെ ഒരാൾ ഇവൻ്റെ കെട്ടഴിച്ച് ഇവനോട് പറയാണ് ഇന്ന ദിക്കിലേക്കാണ് നടക്കേണ്ടത്, പോകേണ്ടത്. അങ്ങനെ അവൻ ഏതാം ദിശം വ്രജ, എന്ന ദിക്കിലേക്കാണ് പോവുക. ഇത് പ്രബ്രൂയാത് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ആരാണ്? പണ്ഡിത മേധാവി സഹ, പണ്ഡിതനും മേധാവിയുമായിട്ടുള്ള അവൻ. അപ്പം അവൻ ആരാണ്? കള്ളനോ കാര്യങ്ങളോ ഒന്നുമല്ല. പണ്ഡിത മേധാവി. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ട ആത്മവിഷയ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ എന്നാ. പണ്ട എന്ന് പറഞ്ഞാൽ ആത്മവിഷയകമായ ബുദ്ധി, സത്യാന്വേഷണ ത്വര, അത് ആരിലുണ്ടോ അവൻ പണ്ഡിതൻ. അല്ലാതെ ഭാഷാ പണ്ഡിതനെയല്ല ഇവിടെ പണ്ഡിതൻ എന്ന് പറയുന്നത്. പിന്നെയോ മേധാവി, മേധയുള്ളവൻ, ആ ബുദ്ധിക്ക് അനുസൃതമായി തന്നെ ചിട്ടപ്പെടുത്താൻ പ്രാപ്തനായിട്ടുള്ളവൻ, അവനാണ് മേധാവി. പുരുഷോ മേധാവി വിദ്വാൻ. ആ പണ്ഡിതനും മേധാവിയുമായിട്ടുള്ള അവൻ ഗ്രാമാത് ഗ്രാമം പൃച്ഛൻ, ഓരോ ഗ്രാമങ്ങളിലും അവൻ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. നമ്മളും അങ്ങനെയാണല്ലോ. അങ്ങനെ ചോദിച്ച് അവൻ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഗ്രാമാത് ഗ്രാമം പൃച്ഛൻ.
എന്നിട്ടോ ഗാന്ധാരാൻ ഏവ ഉപസമ്പദ്യതേ, അവൻ ഗാന്ധാരത്ത് തന്നെ എത്തിച്ചേരും. ഇതൊരു മറ്റേ ട്രഷർ ഹണ്ട് ഗെയിമൊക്കെ ഉണ്ടല്ലോ, പല പല ഗെയിം ഈ സ്കൗട്ട്സിലും ഗൈഡ്സിലും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ഗെയിമുണ്ട്. ചെറിയ ചില കോഡുകളൊക്കെ ഈ പോസ്റ്റിൽ, ഇലക്ട്രിക് പോസ്റ്റിലും ടെലിഫോൺ പോസ്റ്റിലൊക്കെ NCC കേഡറ്റുകളൊക്കെ ഇങ്ങനത്തെ പല ഗെയിമുകളുണ്ട്, പല കളികളുണ്ടല്ലോ. അതിലൊന്നാണ് ഒന്ന് നമ്മൾ കിലോമീറ്റർ കണക്കിന് പോകും. ചെറിയ ചില സൈനുകളൊക്കെ പലയിടത്തും സീക്രട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഗൈഡ് ലൈനായി കണ്ടിട്ട് പോകണം, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കണ്ടെത്തണം. അവിടെ ഒരു സാധനവും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. രസമുള്ളൊരു കളിയാണ്, ഒരു ഗെയിമാണ്. അതുപോലെയാണ് ഇയാളെ ഈ ഗാന്ധാരത്തിൽ നിന്ന് കണ്ണ് കെട്ടിയിട്ട് അതിവിജനമായ വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി ഇനി ഇയാൾക്ക് തിരിച്ചു എന്തെത്തണം? ഗാന്ധാരത്തെത്തണം. അപ്പോൾ താൻ വിലപിച്ചു. ആ വിലാപമൊക്കെ കേട്ട് ഒരാൾ വന്ന് ഇയാളുടെ കെട്ടഴിച്ചു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഇന്ന വഴിക്ക് പോയാൽ ഗാന്ധാരത്തെത്താം. ആ ആള് പണ്ഡിതനും മേധാവിയുമായിട്ടുള്ള ആളായതുകൊണ്ട് അയാൾ ഗ്രാമങ്ങൾ തോറും ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? എങ്ങനെയാണ് ഗ്രാമാത് ഗ്രാമം പൃച്ഛൻ ഗാന്ധാരാൻ ഏവ ഉപസമ്പദ്ധ്യത, ഏത് വഴി പോയാൽ ഗാന്ധാരത്തെത്താം. അങ്ങനെ ആളുകൾ അദ്ദേഹത്തിന് കൃത്യമായി ഗാന്ധാരദേശത്തേക്കുള്ള വഴി പറഞ്ഞ് അയാൾ ഗാന്ധാരദേശത്തെത്തി. ഏവമേവ, ഇതുപോലെ പ്രകാരം തന്നെയാണ് ഇഹ ഇവിടെ ആചാര്യവാൻ പുരുഷ വേദ, ആചാര്യനെ പുരുഷവേദ, ഒരുവൻ സമീപിക്കാനിടയായിട്ടുള്ള, ഇപ്പം നീ എന്നെ സമീപിച്ചു, നിൻ്റെ അവസ്ഥ എന്താണ്? കണ്ണ് കെട്ടി ഗാന്ധാരത്തുനിന്ന് വിട്ട അവസ്ഥയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തസ്യ, അവന് യാവത് ന വിമോക്ഷിയെ, എത്ര കാലം, യാവത് എത്ര കാലം, ന വിമോക്ഷിയെ, ഏതിൽ നിന്ന്? അജ്ഞാനത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നില്ലയോ, താവദേവ ചിരം, അത്ര കാലം അവൻ എന്താണ്? ആ അജ്ഞാനത്തിൽ നിന്ന്, ആ അജ്ഞാനത്തിലിരിക്കും. അത് കഴിഞ്ഞാലോ അത് സമ്പത്സ്യ ഇതി, അവൻ കണ്ടെത്തുന്നു. എന്ത്? ഗാന്ധാരം. എന്താ അവിടെ പറഞ്ഞത്? ഈ ഗുരുവിൻ്റെ ജോലി പറയുക. ഗുരുവിൻ്റെ പരിപാടി എന്താ? അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിനുള്ള ഒരു നമസ്കാരത്തിൻ്റെ താല്പര്യം അതാ. അജ്ഞാനമാകുന്ന, അറിവില്ലായ്മയാകുന്ന പലതുണ്ട് എന്ന തോന്നൽ, ഇതിനാണ് അജ്ഞാനം എന്ന് പറയുക, അല്ലാതെ വേറെ ഒന്നുമല്ല. പലതുണ്ട്, പലതില്ല എന്ന ഉറച്ച ബോധ്യം, അത് ജ്ഞാനം, അനുഭവം, വിജ്ഞാനം. അപ്പോൾ ആ അജ്ഞാനമാകുന്ന തിമിരത്തിന്, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന ചക്ഷുസ്സിന് തിമിരം മാറ്റി ജ്ഞാനചക്ഷുസ്സിനെ പ്രദാനം ചെയ്യുന്നു ഗുരു. ആ ഗുരുവിന് എൻ്റെ നമസ്കാരം. അതുകൊണ്ട് ആ ഗുരു എന്ന് പറയും. ആ ഗുരു എന്ന് പറഞ്ഞാൽ ഗുഗാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുകാരം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇഗ്നറൻസിനെയാണ്, അറിവില്ലായ്മയെയാണ്, അജ്ഞാനത്തെയാണ്, ഭേദങ്ങളെയാണ്. ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധക, ഈ രുകാരമോ അതിനെ രോധനം ചെയ്യുന്ന, ഇല്ലാതെയാക്കുന്നതാണ്. ഏതിനെ? അന്ധകാരത്തെ. അങ്ങനെ അന്ധകാര നിവർത്തിത്വാത്, അന്ധകാരത്തെ നിവർത്തിക്കുന്നു എന്നുള്ളതിനാൽ ഗുരുഹു ഇതി അഭിധീയതേ, ഗുരു എന്ന് പറയപ്പെടും. അപ്പം ഗാന്ധാരദേശത്തിൽ നിന്ന് കണ്ണുകെട്ടി അയക്കപ്പെട്ട ഒരാളുടെ കാര്യം പറയുമ്പം ആരാണ്? ഏതാണ് ഈ ഗാന്ധാരദേശം?
സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകം ഏവ അദ്വിതീയം. എവിടെ നിന്നാണ് ഇതൊക്കെ ആവിർഭൂതമായത്? അത് അവിടെ, അതിനെ ഒരു പേരിട്ടതാണ് ഗാന്ധാരം. അവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ണ് കെട്ടി വിട്ടതാണ്. ബാഹ്യമായ കണ്ണൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ജ്ഞാനചക്ഷുസ്, അറിവിൻ്റെ നേത്രം തുറന്നിട്ടില്ല. അത് തുറക്കാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ കറങ്ങി നടക്കും ഈ വിലപിച്ചുകൊണ്ട്. മനോഹരമായിട്ടുള്ള ഉദാഹരണം നോക്കൂ. അപ്പോൾ ഈ വിലപിക്കൽ നിൽക്കണമെങ്കിൽ എന്തു വേണം? ഒരാചാര്യനെ സമീപിക്കണം. ആചാര്യനെ സമീപിക്കുന്നതൊക്കെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ വളരെ മനോഹരമായിട്ടാണ്. ശങ്കര ഭഗവത്പാദരുടെ വിവേക ചൂടാമണിയിലുണ്ട് ഒരു ആചാര്യനെ സമീപിക്കുന്ന ശിഷ്യൻ്റെ മാനസികാവസ്ഥ. എന്ത് മനോഹരമായിട്ടാണെന്നറിയാം അതൊക്കെ കാണിച്ചിരിക്കുന്നത്. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധൗ പതിതം ഭവാബ്ധൗ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാഭികാരുണ്യ സുധാഭിവൃഷ്ട്യാ. സ്വാമിൻ നമസ്തേ, ഹേ ഗുരു നമസ്കാരം. ഇന്നത്തെ ലോകബന്ധോ, ലോകത്തിന് ബന്ധുവാണങ്ങ്. എന്നെ മാം ഉദ്ധര, എന്നെ ഉദ്ധരിക്കണം. എങ്ങനെ? ആത്മീയ കടാക്ഷ ദൃഷ്ടിയ, അങ്ങയുടെ ആ കടാക്ഷ ദൃഷ്ടി കൊണ്ട് അത് മതി എന്നെ ലിഫ്റ്റ് ചെയ്യാൻ എന്ന് പറയാം. ഞാൻ അങ്ങയിൽ ശരണാഗതനായിരിക്കുന്നു. അർജുനനും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ശരണാഗതനാകുന്നുണ്ട്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയ സീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രയോഹമാപ്നുയാം. ഞാനിത് ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ്. ഏതാണോ എനിക്ക് എൻ്റെ നേരായ വഴി അതങ്ങൊന്ന് പറഞ്ഞു തരണം. അപ്പം ഇങ്ങനെ ഒരു സറണ്ടർ ചെയ്യാത്തിടത്തോളം കാലം ഈ പറഞ്ഞ ഇടങ്ങളിൽ ഇവൻ എന്താണ്? ഇവൻ ഈ കണ്ണ് കെട്ടിയതിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കണ്ണ് കെട്ടി ഇങ്ങനെ നടക്കുക. സ്വയം കണ്ണ് കെട്ടുന്നവരും മറ്റുള്ളവരെ കണ്ണ് കെട്ടുന്നതും ഇതൊരു കൺകെട്ട് വിദ്യയാണിത്. അപ്പം നമ്മളൊക്കെ ആ ഗാന്ധാരദേശത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണ് കെട്ടി അയക്കപ്പെട്ടവരാ. നമ്മൾ ആ ട്രഷർ ഹണ്ട് നടത്തണം. എന്താണ്? അഹം ബ്രഹ്മാസ്മിയിലെത്തണം. അത് നീയാകുന്നു പറയാ. സയ ഏഷ അണിമ ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഭൂയ ഏവമാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സൗമ്യേതി ഹോവാച. എല്ലാ മന്ത്രത്തിൻ്റെ അവസാനം ഇത് തന്നെ. എനിക്ക് വീണ്ടും പറഞ്ഞു തരൂ. ശരി, അങ്ങനെ ആവട്ടെ. അടുത്ത ഖണ്ഡം 15ാമത്തെ ഖണ്ഡത്തിൽ വളരെ ഒരു എന്താ പറയുക, ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കുറച്ച് നമുക്കങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെയാണ്. എന്താ? പുരുഷം സൗമ്യ പുരുഷം സൗമ്യ ഉപതാപിനം ജ്ഞാതയ പര്യുപാസത്തെ ജാനാസി മാം ഇതി തസ്യ യാവത് ന വാങ്മനസി സംബധ്യതേ മനഃപ്രാണേ പ്രാണസ്തേജസി തേജ പരസ്യാം ദേവതായാം താവത് ജാനാതി
അത യഥാ അസ്യ വാങ്മനസി സമ്പദ്യതേ മനഃപ്രാണേ പ്രാണതേജസി തേജപരസ്യാം ദേവതായാം അത ന ജാനാതി സ ഏഷ അണിമാ ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. സൗമ്യ കുട്ടി, ഉപതാപിനം പുരുഷം, ഉപതാപിനം രോഗം വന്ന് മരണത്തിന് ഏറെക്കുറെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ, അതാണ് ഉപതാപിനം പുരുഷം. അങ്ങനെ ഒരു മനുഷ്യനോട് ജ്ഞാതയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അറിയുന്ന ആളുകൾ, ബന്ധുജനങ്ങൾ, ബന്ധുമിത്രാദികൾ, അദ്ദേഹത്തിൻ്റെ സ്ത്രീയാവാം പുരുഷനാവാം ആരും ആവാം. ഇത് കേൾക്കുന്ന പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ്, ഒരു മരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഇന്ന് നമ്മൾ അങ്ങനെ അടുത്ത് നിന്ന് കാണാൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ അവസരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റത് വീടുകളിൽ സർവ്വസാധാരണമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. മരണവും ജനനവും ഒക്കെ നടക്കുന്നത് ആശുപത്രികളിലാണ്. ഒരു കാലത്ത് ഇത് വീടുകളിലാണ് ഇത് രണ്ടും നടന്നത്. നമ്മൾ വീട്ടിൽ ജനിച്ച ആളാണ്, ആശുപത്രിയിലെന്നാൽ വീട്ടിലാണ്. അങ്ങനെ എത്ര പേര് വീട്ടിൽ ജനിക്കുന്നു? ഇന്നങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ വീട്ടിൽ ജനിക്കാൻ പോയ പ്രശ്നമാവും, കേസാവും തോന്നുന്നുണ്ട്. എന്താവട്ടെ, മരണവും അതുപോലെ തന്നെയാണ്. വീട്ടിൽ മരിക്കും. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഈ ഉപനിഷത്ത് പറയുന്ന സമയത്ത്, അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ ഇതെന്താ ഇയാളിങ്ങനെ മരിക്കാൻ കിടക്കുന്നത്, അതെങ്ങനെയാണ് എന്നൊക്കെ, കാരണം അത്രമാത്രം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തയും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ നമ്മൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. പുതിയ കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്, ഹോസ്പിറ്റലിലല്ലേ കൊണ്ടുപോകേണ്ടത്, അവിടെയല്ലേ, അവിടെ നമുക്ക് എൻട്രി ഉണ്ടാവുമോ, അവിടെ ഡോക്ടർമാരും അവരും ഒക്കെ അല്ലേ, അപ്പം നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷമല്ല. ചില സിനിമകളൊക്കെ ഇന്ന് കാണിക്കുമ്പോഴേ ചിലപ്പോൾ 1950 എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കാണിച്ച് ഒരു പിറകിലേക്കൊരു പോക്കുണ്ട്. അപ്പോൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ചായക്കടകളും അതൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഒരാൾ മൊബൈൽ ഫോണുമായിട്ട് നടക്കുന്നത് കാണിക്കുമോ? കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇന്നത്തേതാണ്. അപ്പോൾ പഴയ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഈ പുതിയ കുട്ടികൾ ചോദിക്കാറുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുട്ടികൾ ചോദിക്കുക, അതെന്താ മൊബൈലൊന്നും ഇല്ലേ, ഫോൺ വിളിച്ചാൽ പോരെ, ഒരു SMS അയച്ചാൽ പോരെ. ചിലയിടത്തൊക്കെ ബന്ദിയാക്കപ്പെട്ടു. അപ്പോൾ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്താൽ വന്ന് രക്ഷിക്കാമല്ലോ. ഇങ്ങനെ കറങ്ങി നടക്കണോ? അപ്പോൾ ഇന്ന് കഥ എഴുതുമ്പോൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അന്ന് കഥ എഴുതുമ്പോൾ ആ പ്രതിസന്ധികളൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് എഴുതി പോകണം. അപ്പോൾ ഈ ഉദാഹരണം പറയുമ്പം ആ ഒരു കാലത്ത് നിന്ന് പറയാം. അപ്പോൾ ഒരാൾ മരണത്തിന് സമയമായി. അങ്ങനെ ആ മരണത്തിന് സമയമായിട്ടുള്ള ആ ആളുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ, ജ്ഞാതയ ബന്ധുമിത്രാദികൾ സമീപിക്കുന്നു. എന്നിട്ട് ജാനാസിമാം ഇതി പര്യുപാസത്തെ, ഓരോരുത്തരും വന്ന് ചോദിക്കുകയാണ്, ജാനാസിമാം, എന്നെ മനസ്സിലായോ? അച്ഛാ, ഞാനാണ്, മനസ്സിലായോ എന്നെ? ആ, അച്ഛൻ എന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, അച്ഛൻ്റെ കണ്ടോ അച്ഛൻ ചിരിച്ചത് എന്ന് മകൾ പറയും. അതെയോ, ഞാനിവിടെ ദിവസവും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷേ അച്ഛൻ എന്നോട് മിണ്ടാട്ടമില്ല. അത് നീ കാശ് കൊടുക്കാണ്ട, അതുകൊണ്ടാണ്. അപ്പം ജാനാസിമാം നമ്മൾ ചോദിക്കും. അങ്ങനെ ഈ ജാനാസിമാം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുക. എന്താണ്?
യാവത് തസ്യ വാഗ് മനസ്സി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറയും, ആ എന്താ മോളെ, എനിക്കങ്ങനെ മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അതെപ്പോൾ പറയും? വാക്ക് അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ പറ്റുന്ന സമയത്ത്, വാക്കുള്ള സമയത്ത് പറയും. ഇനി തസ്യ വാക്ക്, ആ വാക്ക് മനസ്സിൽ പോയിട്ട് ചേർന്ന് കഴിഞ്ഞാലോ പിന്നെ സംസാരം ഉണ്ടാവില്ല. അച്ഛന് മനസ്സിലായോ എന്നെ? സംസാരമില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കണ്ണൊക്കെ ഇതാക്കി, കണ്ണുനീരൊക്കെ പ്രകടിപ്പിച്ച്, തലയാട്ടി, മനസ്സുണ്ട്, വാക്കില്ല. അങ്ങനെ മനസ്സ് ഉണ്ട്, വാക്കില്ല, അപ്പോഴും നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതാണ് അതിൻ്റെ ആദ്യഘട്ടം. സംസാരിച്ചു. രണ്ടാം ഘട്ടത്തിലോ സംസാരമില്ല. ഇനി മനഃപ്രാണേ, ആ മനസ്സ് പോയി പ്രാണനിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ജാനാസിമാൻ ചോദിച്ചതെങ്കിലോ ഒന്നുമില്ല, മൂപ്പരിങ്ങനെ വടി പോലെ ഉണ്ട്. വാക്കില്ല, വാക്ക് പോയി മനസ്സിൽ ചേർന്നു, മനസ്സ് പോയി പ്രാണനിലും ചേർന്നു. അപ്പോൾ പ്രാണൻ മാത്രം ഇങ്ങനെ ഉണ്ട്. അവിടെ എന്തില്ല? ഈ പറഞ്ഞ വ്യാപാരങ്ങളൊന്നുമില്ല. ആരാണ് വന്നത്, എന്താണ് ചോദിക്കുന്നത്, അതിന് ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി പ്രാണ തേജസ്സി, ആ പ്രാണൻ പോയി തേജസ്സിൽ പോയി കഴിഞ്ഞാലോ പിന്നെ പ്രാണൻ നിലച്ചു. ആ തേജസ് അഗ്നിതത്വം, അതാണ് വിസ്ഫോടനത്തിന് കാരണമായത്. തേജ പരസ്യാം ദേവതായാം, അത് ആ പരമമായ കാരണത്തിലേക്ക്. ന സമ്പദ്യതേ, ഇത് സംഭവിക്കാത്തിടത്തോളം കാലം അയാൾ എന്താണ്? താവത് ജാനാതി, ഇവരെ പറഞ്ഞവരെയൊക്കെ അറിയും, അവരോടൊക്കെ സംസാരിക്കും, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ എത്ര ആളുകളെ കാണുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം കണ്ടപ്പോൾ, അയ്യോ ഞാൻ പോയിരുന്നു, സംസാരമൊന്നുമില്ല ഇപ്പോൾ, സംസാരമൊക്കെ നിന്നു. പക്ഷെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പോകാൻ നേരത്ത് എൻ്റെ കൈയൊന്ന് പിടിച്ചു, സംസാരിക്കില്ല നന്നായിട്ട്. ഇപ്പം അതുമില്ല. ഇപ്പം ഇങ്ങനെ മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട്. വെജിറ്റബിൾ എന്നൊക്കെ നമ്മൾ ഓരോ പേരുകളൊക്കെ പറയാം. അത് യഥാ അസ്യ വാങ് മനസ്സി സമ്പദ്യതേ മനഃപ്രാണേ പ്രാണതേജസി തേജപരസ്യാം ദേവതായാം അത ന ജാനാതി. ഇനി എപ്പോഴാണ് യഥാ അസ്യ വാങ് മനസ്സി, അയാളുടെ വാക്ക് മനസ്സിലും, മനഃപ്രാണേ മനസ്സ് പ്രാണനിലും, പ്രാണതേജസി പ്രാണൻ തേജസ്സിലും, തേജപരസ്യാം ദേവതായാം തേജസ് ആ പരമമായ ദേവതയിലും സമ്പദ്യതേ ഏകീഭവിക്കുന്നത്, അത് ന ജാനാതി, പിന്നെ ഒന്നും അറിയുന്നില്ല. നമ്മളെങ്ങനെയാണ് കടന്നു പോകുന്നത്? അതിമനോഹരമായ നമ്മുടെ യാത്ര. ഇത് മരണത്തിന് വിധേയമാകുന്ന ഒരാൾക്ക് തന്നെ, അതാണ് നല്ല എന്താ പറയുക, സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. മൃത്യുവിലേക്ക് ശരിക്കും അങ്ങോട്ട് നടന്നെടുക്കുക, ഓരോന്നിനെ വിഡ്രോ ചെയ്ത്. ഇതൊരു ആത്മഹത്യയൊന്നുമല്ല. എന്തിനെങ്കിലുള്ള നൈരാശ്യം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ജീവിച്ച കാലം അത്രയും സന്തോഷം. പിന്നെ ഈ ഒരു കലയാണ് നടത്തുന്നത്.
സംസാരമൊക്കെ മതിയാവും. കൂടുതലൊന്നും സംസാരിക്കാനൊന്നുമില്ല. സ്വയമേവ അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തു. പിന്നെ മനസ്സിൽ അതിനെ പ്രാണനിൽ ലയിപ്പിച്ചു. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ധ്യാനം. ഒരു ധ്യാനാവസ്ഥിത മനസ്സിനെ സ്വീകരിച്ചുകൊണ്ട് ആ പരമമായ സമാധി എന്ന് പറയുന്ന അവസ്ഥ, ഇതിനെയാണ് സമാധി എന്ന് പറയുക. സമ്യഗ്ധി, സമാധി, അത് ഏഷ അണിമ, അത് അത്യന്തം സൂക്ഷ്മമാണ്. ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മ തത്വമസി ശ്വേതകേതോ. ഈ തത്വമസി മഹാവാക്യത്തിലെ എന്താണ് അവസാനത്തെ ഒരു ദൃഷ്ടാന്തം കൂടെ. ആ കാലത്ത് എല്ലാ ഉദാഹരണങ്ങളും നമുക്ക് വളരെ ഹൃദ്യമായി തോന്നി, ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ തോന്നുന്ന ഒരു ഉദാഹരണമാണിത്. പക്ഷേ ഇതും സൂക്ഷ്മമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എന്താ പറയണത്? പുരുഷം സൗമ്യ ഉദ ഹസ്തഗൃഹീതം ആനയന്തി അപാഹാർഷീത് സ്തേയം അകാർഷീത് പരശും തസ്മൈ തപേതി സയതി തസ്യ കർത്താ ഭവതി തദ ഏവാൻ അനൃതം ആത്മാനം കുരുതേ സോ അനൃതാഭിസന്ധഃ അനൃതേന ആത്മാനം അന്തർധായ പരശും തപ്തം പ്രതിഗൃഹ്ണാതി സദഹ്യത്തെ അതഹന്യത്തെ അതയതി തസ്യ അകർത്താ ഭവതി തദ ഏവ സത്യമാത്മാനം കുരുതേ സത്യാഭിസന്ധഃ സത്യേന ആത്മാനം അന്തർധായ പരശും തപ്തം പ്രതിഗൃഹ്ണാതി ന സത ദഹ്യത്തെ അതമുച്യത്തെ സ യഥാ തത്ര നാദഹ്യത ഐതദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഇതി തദ്ധാസ്യ വിജ്ഞാവതിഥി. ഇത് മുൻപുള്ള മന്ത്രങ്ങളെ പോലെ എന്താ പറയുക, മനസ്സിലേക്ക് കടന്നു വരിക. കാരണം ഇവിടെ ഇത് അവസാനിക്കുക. അവൻ സാധാരണ എന്താ പറയുക, ഭൂയ ഏവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി. ആ വിജ്ഞാപയതു ഇതി എന്നുള്ളതിന് പകരം അവൻ പറയുന്നു, അച്ഛാ എനിക്കിത് മനസ്സിലായി ബോധ്യപ്പെട്ടു എന്ന്. എന്താണ് ഈ ഉദാഹരണം? ഇതും ഈ കാലത്തിലേക്ക് പോയിട്ടുള്ളൊരു ഉദാഹരണമാണ്. എന്താ ഉദാഹരണം എന്നാണെങ്കിൽ, പുരുഷം സൗമ്യ, ഹേ കുട്ടി, പുരുഷം ഒരു മനുഷ്യനെ ഹസ്തഗൃഹീതം ആനയന്തി ഉദ, അവനെ കയ്യിൽ ആമം വെച്ച് കൈയൊക്കെ കെട്ടിയിട്ടിട്ട് പിടിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയണു, അപഹാർഷീത് സ്തേയം അകാർഷീത്, ഇവൻ കള്ളനാണ്, കളവ് ചെയ്തു. അപ്പോൾ പണ്ട് രാജഭരണകാലത്ത് ഒരു കള്ളനെ ഇതേപോലെ പിടിച്ചു കെട്ടി തെരുവിലേക്ക്, അതിൻ്റെ വിസ്താരം നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ്. പിടിച്ച് കെട്ടിയിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, അസ്മൈ പരശും തപത ഇതി, ഇവനായിക്കൊണ്ട് പരശു മഴു തപിപ്പിക്കട്ടെ, ചൂടാക്കട്ടെ. ഇത് ഒരു ഇരുമ്പിൻ്റെ മഴുവിനെ എടുത്ത് ചൂടാക്കുക, കൊല്ലൻ്റെ അതിൽ വെച്ച് അങ്ങോട്ട് പഴുപ്പിക്കുക, ചുട്ടുപൊള്ളുന്ന മഴു. എന്നിട്ട് യതി സ തസ്യ കർത്താ ഭവതി, അവൻ ആ കളവ് ചെയ്തവനാണ് എങ്കിൽ തത ഏവ ആത്മാനം അനൃതം കുരുതേ അനൃതാഭിസന്ധഃ സ അനൃതേന ആത്മാനം അന്തർധായ, ഇവൻ ആ കളവ് ചെയ്തവനാണ്. യതി സഹ തസ്യ, അവൻ്റെ ആ കളവിൻ്റെ കർത്താഭവതി, അവൻ ചെയ്തവനാണ് എങ്കിൽ തത ഏവ ആത്മാനം അനൃതം, ആ കാരണം കൊണ്ട് തന്നെ അവൻ ആത്മാനം അനൃതം ഗുരുതേ, അവൻ കള്ളനാക്കി. അത് എന്താ പറയുക, ഇതിലെ പ്രയോഗങ്ങളെല്ലാം വളരെ മനോഹരമാണ്. അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഏതായാലും നമുക്ക് ഈ ഉദാഹരണം ആദ്യം കാണാം. ആത്മാനം അനൃതം ഗുരുതേ, അവനെ തന്നെ കള്ളനാക്കിയത് കൊണ്ട് തന്നെ അവന് ശിക്ഷ ലഭിക്കുന്നു. അനുതാഭിസന്ധഃ, ആ അനൃതത്തോട് സന്ധി ചെയ്ത അവൻ അനൃതേന
അനൃതം കൊണ്ട്, കളവ് കൊണ്ട് ആത്മാനമന്ധർതായ സ്വയം മറച്ച് തപ്തം പരശും ചുട്ടുപഴുത്ത ആ പരശുവിനെ പ്രതിഗൃഹാതി കൈകൊണ്ട് പിടിക്കുന്നു. സഹ അവനെന്താണ്? ദഹ്യതേ അവൻ്റെ കൈ പൊള്ളുന്നു. അതഹന്യതേ അങ്ങനെ അവൻ ഹനിക്കപ്പെടുന്നു. അപ്പം കട്ടവനാണ് അവൻ എന്ത് ചെയ്യുന്നു? ആ കളവ് അതുകൊണ്ട് തന്നെ അവനതിനെ പിടിക്കുന്ന സമയത്ത് അവൻ ശിക്ഷിക്കപ്പെടുന്നു. അത യതി തസ്യ അകർത്താഭവതി, ഇനി അങ്ങനെയല്ല അവൻ കളവ് ചെയ്തവനല്ല എങ്കിലോ തത ഏവ ആത്മാനം സത്യം ഗുരുതേ, അവനെ തന്നെ സത്യമായി കരുതുന്ന അവന് സത്യാഭിസന്ധ സഹ സത്യത്തോട് സന്ധി ചെയ്ത അവൻ, മറ്റേത് അനൃതേന സന്ധ കളവിനോട് സന്ധി ചെയ്തവനാണ്. ഇവിടെ സത്യത്തോട് സന്ധി ചെയ്ത അവൻ സത്യേന സത്യം കൊണ്ട് ആത്മാനമന്തർതായ തന്നെ ഇല്ലാതാക്കിയിട്ട് തപ്തം പരശും പ്രതിഗൃഹാതി അവൻ ചുട്ടുപഴുത്ത പരശുവിനെ പിടിക്കുന്നു. സഹ ന ദഹ്യതേ അവന് ദഹിക്കുന്നില്ല. അതമുച്യതേ അത് കാരണം അവൻ മോചിക്കപ്പെടുന്നു. സഹ അവൻ യഥാ തത്ര ന അദഹ്യതേ എങ്ങനെയാണോ അവൻ പൊള്ളിപ്പോകാതിരുന്നത് അവൻ്റെ കൈകൾ, ഇതം സർവം ആ ഒന്നുകൊണ്ട് തന്നെയാണ് ഈ കാണായതെല്ലാം നിറഞ്ഞിരിക്കുന്നത്. ഐതദാത്മ്യം തത് സത്യം, അത് ആത്മാവാണ്, അതാണ് സത്യം. യത് ആത്മാ ആ തത് ആത്മാ ആ സത്യം ശ്വേതകേതോ നീ അതാകുന്നു തത്വമസി ഇതി ഇങ്ങനെ പറഞ്ഞു. തത് വിജജ്ഞൗഹ ഇതി ഇത് അവൻ മനസ്സിലാക്കി. ഇത് പറഞ്ഞ് ഉപനിഷത്ത് ഇവിടെ അവസാനിക്കുന്നു. എന്താ ഉപനിഷത്ത് പറഞ്ഞത്? അല്ല സ്വാമി, ഈ ചുട്ടുപഴുത്ത മഴു ഈ സത്യം ഇത് കട്ടിട്ടില്ല എന്ന് പറഞ്ഞവൻ്റെ കൈ കൊടുത്താലും കൈ പൊള്ളുമല്ലോ, കട്ടവൻ്റെ കയ്യിലും കൈ പൊള്ളും, അതിനൊരു തർക്കവും വേണ്ട, അതൊരു സയൻസാണ് എന്നൊക്കെ പറഞ്ഞു വീണ്ടും യുക്തിവാദം. നോക്കൂ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ അക്ഷരാർത്ഥത്തിൽ മഴുവഴിപ്പിക്കലല്ല, ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഈ അനൃതേന എന്നുള്ളത് ഉപയോഗിച്ചത്. അതായത് ഇവിടെ പറയുന്ന സത്യവുമായിട്ടുള്ള സന്ധി ചേരലും അസത്യവുമായ സന്ധി ചേരൽ, ഇതാണ് ഇവിടുത്തെ ഉപനിഷത്തിലെ വിഷയം. നമ്മൾ അനൃതത്തോട് സന്ധി ചെയ്തിരിക്കുന്നു, ഫലം എന്താണ്? ദുഃഖം. ഇതാണ് ഭീഷ്മരുടെ ശരശയ്യയിൽ കടക്കുമ്പം ഭീഷ്മർ പറയുന്നൊരു കാര്യം. ഭീഷ്മരെ കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പാണ്ഡവന്മാരും കൗരവന്മാരെല്ലാവരും ഇല്ല, എല്ലാവരുടെയും കഥ കഴിഞ്ഞുവല്ലോ. ബാക്കി ശേഷിക്കുന്നവരെല്ലാം കൂടെ കുറച്ച് പേര് യുധിഷ്ഠിരൻ്റെ സംശയം തീർക്കാൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഭീഷ്മരെന്താ ഇവരെ കണ്ടിട്ട്, ഇവർക്ക് വല്ലാത്ത വിഷമം തോന്നി ഭീഷ്മരെ കണ്ടിട്ട്, ഇങ്ങനെ ഈ കിടപ്പ് കണ്ടിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ജാനാസി മാം ചോദിക്കാൻ വന്നതാ. അപ്പോൾ ഭീഷ്മർ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണ് തുടങ്ങുന്നത്. വിഷ്ണു സഹസ്രനാമമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ധർമ്മങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഭീഷ്മരാണ് ആദ്യം ഇവരെ കണ്ടിട്ട് പറയുന്നത്. അഹോ കഷ്ടം അഹോന്യായം എന്നാണ് ഭീഷ്മർ തുടങ്ങുന്നത് തന്നെ. അഹോ കഷ്ടം, എന്തൊരു കഷ്ടമാണ്. അഹോ അന്യായം, എന്തൊരു അന്യായവുമാണ്. ഈ ജഗത്തിൻ്റെ മുഴുവൻ പരമകാരണമായിട്ടുള്ള ഭഗവാൻ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുന്നതിന് എന്തവകാശം? ഭഗവാന്റെ കൂടെ ഇവർ വരണം, എന്നിട്ടും ഇവർക്ക് ഭയങ്കര ദുഃഖം. മൂപ്പർക്കോ യാതൊരു ദുഃഖവുമില്ല. അപ്പം ഇവിടെ പറയുന്നത്, നാം കളവിനോട് സന്ധി ചെയ്തോ? എന്താ കളവിനോടുള്ള നമ്മുടെ സന്ധി ചെയ്യൽ? ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, ഞാൻ നായരാണ്, ഈഴവനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാൻകാരനാണ്, അമേരിക്കക്കാരനാണ്. സകലമാന കുണ്ടാമണ്ടികളും നമ്മൾ ചെയ്ത കളവിനോടുള്ള സന്ധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊള്ളും. ഭഗവത്പാദർ പറയുന്ന ഈ സന്ധി ഒഴിവാക്കണമെങ്കിൽ എന്തു വേണം? ജാതി നീതി കുലഗോത്ര ദൂരകം
നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാദിവർത്തിയത് ബ്രഹ്മ തത്വമസി ഭാവയാത്മനി. ആത്മനി ഇതി ഭാവയ, എന്ത്? തത്വമസി. തത്വമസി സ്വ ആത്മാവിൽ മനനം ചെയ്യണം. എങ്ങനെയാണ് മനനം ചെയ്യേണ്ടത്? ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ദോഷം, ഇതൊക്കെയായിട്ടുള്ള സന്ധി ഉപേക്ഷിക്കണം. ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് തത്വമസിയെ ചെയ്യുന്നതെങ്കിലോ അത് ബോധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതാണോ നമ്മൾ പിടിച്ചത്, അനൃതം കൊണ്ടാണ് പിടിച്ചതെങ്കിൽ അതുകൊണ്ട് നാം ശിക്ഷിക്കപ്പെടുന്നു. ഇതാണ് ഗീതയിൽ ഭഗവാൻ തുടങ്ങുന്നത് തന്നെ. ഇതാണ് പറയുന്നത്, അശോച്യാൻ അന്വശോച. എന്നിട്ടോ പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാഹ. മോനെ അർജുന, ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിൽ ദുഃഖിച്ച് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്ന നിൻ്റെ ഈ ഇടപാടുണ്ടല്ലോ, ശരിയല്ല. അറിവും ദുഃഖവും ഒരുമിച്ചൊരാളിൽ ഇരിക്കില്ല. നിന്നിൽ ദുഃഖമുണ്ടോ, നിന്നിൽ അറിവില്ലായ്മയുണ്ട്. നീ അതുമായി സന്ധി ചെയ്തവനാണ്. ഇതാണ് ഈ ഉദാഹരണം. അല്ലാതെ ഒരാളെ മഴുവഴിപ്പിച്ച് കയ്യിൽ വെച്ച് കൊടുത്തതല്ല. അത് ആരുടെ ഏത് നിരപരാധിയാണെങ്കിലും കൈകൊള്ളും, അത് വേറെ. അപ്പോൾ എന്തിനാ ഇങ്ങനെയുള്ള ഉദാഹരണം പറയുന്നത്? എല്ലാ മന്ത്രത്തിൽ പറഞ്ഞ ആത്മാനം അഭിസന്ധായ അനൃതേന സത്യേന എന്നാ മനസ്സിലാക്കേണ്ടത്. അവിടെ പരശു എന്നല്ല, പഴുപ്പിച്ച ലോഹം കൊണ്ട് എന്നല്ല പറയണം. ഒരു ഉദാഹരണം പറയും. നേരത്തെ പറഞ്ഞ ഗാന്ധാരദേശത്തിൻ്റെ കാര്യം, എല്ലാ ഉദാഹരണങ്ങളും വളരെ സട്ടിലാണ്. അതവന് വിചജ്ഞൗവിധി. അത് നന്നായി ശ്വേതകേതുവിന് ബോധ്യപ്പെട്ടു. തത്വമസി മഹാവാക്യ വിചാരം ഇവിടെ പരിസമാപിക്കുന്നു. ഇനിയുള്ളത് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ഈശാവാസ്യം കേൾക്കണം, അങ്ങനെയൊന്ന് ഈശം കേനം കടം പ്രശ്നം ഉണ്ടകം മാണ്ഡൂക്യം എന്ന് പറഞ്ഞ് പോയിക്കൂടെ സ്വാമിജി? ഒന്നുകൂടെ സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഉപനിഷത്ത് പരമ്പര എന്നുള്ള നിലയിൽ അങ്ങനെ ആയിക്കൂടെ എന്ന് വെച്ചു. നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നു അടുത്തത് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത് ചർച്ച ചെയ്യാം. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കമൻട്രി ഇതുണ്ട്, അത് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ബൈ പോസ്റ്റ്, കൊറിയറല്ല. കൊറിയർ എവിടെയെങ്കിലുമൊക്കെ കുറേ പുസ്തകങ്ങൾ നമുക്ക് അയച്ചിട്ട് തലയും വാലും ഇല്ലാതെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയത് കിട്ടാത്തത്, ഇങ്ങനെ ഒരുപാട് പരാതികളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെനക്കെടുണ്ടെന്നേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇത് കൊടുക്കണം. ഓരോ പ്രാവശ്യം ഇത് ഒരേ പുസ്തകമാണെങ്കിൽ ഇവർ ഓരോന്ന് തൂക്കിയെടുത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടൊക്കെ ഉള്ള പരിപാടിയാണ്. അതന്നെ ഒരു ബുക്കിന് ഇവർ 5 മിനിറ്റ് എടുക്കും. സിസ്റ്റമാണ്, നമ്മളതിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും അത് നിങ്ങളുടെ വീട്ടിലെത്തും, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് അവിടെ കൊറിയർ ഓഫീസിൽ വെച്ചിട്ട് വന്ന് നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട് വന്ന് എടുക്കണം എന്ന് പറയുന്ന ഈ കൊറിയറുകാരുടെ ഒരു തട്ടിപ്പെട്ട്, അത് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് ബൈ പോസ്റ്റായിട്ട് അയക്കാം. ഒരു 250 രൂപ നിങ്ങൾ അയച്ചാൽ മതി. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. 250 രൂപ. അത് ഈ കാണുന്ന ഈ നിങ്ങൾ ഡൊണേഷനൊക്കെ തരുന്ന ഗുരുദക്ഷിണ തീർച്ചയായിട്ടും തരണം. ഉപനിഷത്ത് കഴിഞ്ഞു നമ്മുടെ എന്താ പറയുക, ദീപാവലിയൊക്കെയാണ്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഗുരുദക്ഷിണ തരണം. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് അയക്കാം. ഇനി അതല്ല മണി ഓർഡറായിട്ട് നിങ്ങൾ പഴയ സിസ്റ്റത്തിലാണ് പോണതെങ്കിൽ സ്കൂൾ ഓഫ് ഭഗവത്ഗീത, സാളഗ്രാമം ആശ്രമം, കുണ്ടമൻ കടവ്, തിരുമല പോസ്റ്റ്, വലിയവിള, തിരുവനന്തപുരം, ഒരു അഡ്രസ്സിൽ അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഉപനിഷത്ത് വീണ്ടും വീണ്ടും കേൾക്കുക. ഓരോ പ്രാവശ്യം നമ്മൾ പറയുമ്പോഴും നമുക്ക് പുതിയ പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങളും ഇതിനെ എന്താ പറയുക, നമ്മുടെ ഗീതയിൽ ഭാഗവതത്തിൽ ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ ഇത് ഇങ്ങനെ ഒരു സമയത്തുള്ള എന്താ ആ ധ്യാനത്തിൻ്റെ ഇതിൽ അപ്പോഴത്തെ ഇതിൽ തോന്നുന്നതാണ്. ഇതിങ്ങനെ ഇന്നത് പറയാം എന്നുള്ളതല്ല. അപ്പോൾ ഓരോ സമയവും വ്യത്യസ്തമായിട്ടാണ് അത് കടന്നു വരിക. അപ്പോൾ കുറേയും കൂടെ ചിലപ്പോൾ വ്യക്തത കൂടും. അപ്പോൾ ഉപനിഷത്ത് വീണ്ടും ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി നിർബന്ധമായിട്ട് ഗാന്ധിജിയുടെ ആശ്രമങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പാരായണം.
വിനോബാജി അതിമനോഹരമായിട്ടുള്ള കമൻട്രി ഈശാവാസ്യത്തിന് ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ആകെ ഒരു ഉപനിഷത്തിനും മൊഴിമാറ്റം ചെയ്തത് ഈശാവാസ്യത്തിന് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. ഉപനിഷത്ത് പരമ്പരയിലെ ആദ്യത്തേത് എന്ന് പറയുന്ന ഉപനിഷത്തും കൂടിയാണ്. നമുക്ക് കേട്ടവരാണെങ്കിലും ഒന്നുകൂടെ അത് മനനം ചെയ്യാം. അങ്ങനെ നമുക്ക് ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്തിനെ നമുക്ക് കാണാം. ഒരു 2-3 ദിവസത്തെ ബ്രേക്ക് ഉണ്ടാവും. കാരണം നമുക്ക് 1-2 പരിപാടികളൊക്കെ ഉണ്ട്. മിക്കവാറും നമുക്ക് 1-ാം തീയതി മുതൽ ആയിരിക്കും, അല്ല അതിന് മുമ്പാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈശാവാസ്യ ഉപനിഷത്തിലേക്ക്. അപ്പോഴേക്കും നിങ്ങൾ ആർക്കൊക്കെയാണോ പുസ്തകം വേണ്ടത് അവർ അയച്ചു തന്നു കഴിഞ്ഞാൽ സാധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ച ശ്രദ്ധയ്ക്ക് മുൻപിൽ പ്രത്യേകം നമസ്കാരങ്ങൾ. കഴിയുന്നത്ര നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആളുകളിൽ എത്തിക്കാൻ ഉള്ള ഒരു ഇതും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവട്ടെ. നമ്മൾ ഈ സനാതന ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വേറെ യാതൊരു ഇടപാടുമില്ല. അപ്പോൾ അത് നമുക്കും നമ്മുടെ വിധേയത്വം അതിനോട് മാത്രമാണ്. അപ്പോൾ അത് പറയുക എന്നുള്ളതാണ്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.